പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ദാ ഇവനെയാണ്. സൗണ്ട് കോർ ബൈ ആങ്കർ R50i6 എന്ന് പറഞ്ഞിട്ട് 6 എന്നാണ് VI എന്നാണ് ആൻഡലോട്ട്. ഒരു ട്രൂ വയർലെസ് ഇയർബഡ്സ് ആണ്. ഇതെന്ന് പറയുന്നത് സൗണ്ട് കോറിന്റെ ഒരു എൻട്രി ലെവൽ മോഡലാണ് ഈ R സീരീസ് എന്ന് പറയുന്നത്. ആമസോണിൽ തന്നെ ഏതാണ്ട് 60,000-ഓളം ഒക്കെ റിവ്യൂ ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിന്റെ കുറച്ച് കൂട്ടാളികൾ ഇത് മുമ്പോട്ട് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നതാണ്. അതിന്റെ ലൈഫ് U2i എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഞാൻ വാങ്ങിയ ഒരു മോഡലാണ് ഇത്. അപ്പോൾ ഇത് കാണിക്കാൻ കാര്യം വെച്ചാൽ മുമ്പ് ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്തത് ഒരു പുള്ളി ഇത് മോശമായിട്ടാണെന്നുള്ള രീതിയിലൊരു കമൻ്റൊക്കെ ഇട്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അതിന് മുമ്പ് ഞാൻ മേടിച്ചത് അതിൻ്റെ കാലയളവും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. അതല്ലാതെ ഞാൻ മേടിച്ചിട്ടുള്ള ഒപ്പോടെ സെറ്റൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ അവസ്ഥ ഏതാണ്. പിന്നെ OnePlus ഉണ്ട്, അതും ഒക്കെ വേണ്ടി ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് പറയാം. ഇതാണ് പ്രോഡക്റ്റ് R50i എന്ന് പറയുന്ന മോഡൽ. R50i VI എന്നാണെന്ന് തോന്നുന്നു. എൻട്രി ലെവൽ മോഡലാണ് R സീരീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 10mm ഡ്രൈവറാണെന്ന് പറയുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബാസിന് പ്രത്യേക ഒരു ഈക്വലൈസറൊക്കെ തന്നെ ഇതിനകത്ത് ഉണ്ട്, പ്രീസെറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബാസപ്പ് എന്ന് പറഞ്ഞ മോഡലാണ്. ഒരു ബിഗ് ബാസ് എന്നൊക്കെയാണ് പറയുന്നെങ്കിലും അത്ര ബാസ് മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത് നോക്കണ്ട. അത്ര ഭീമാകരമായ ബാസ് അല്ല, നമുക്ക് ചെവി താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബാസ് മാത്രമേ ഇതിനുള്ളൂ. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റിലോട്ട് പോകാം. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് 1.5 വർഷമുള്ള ഇതുവരെ കുഴപ്പമൊന്നുമില്ല. 1.5 വർഷത്തോളം അതിന് വാറണ്ടി പറയുന്നുണ്ട്. എപ്പോഴും സംഗതി സ്മൂത്ത് ആയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പോഴും നമ്മളങ്ങനെ നോർമൽ യൂസാണ്, റഫ് യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല. നോർമലി എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം കൂടെ ഉണ്ടെങ്കിലും സംഭവം കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇവിടെ വെച്ചാൽ ഇത് ഓൺ ആവത്തില്ല, ഇതിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നമ്മളിതിന് ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വേണം ഇത് ഓൺ ആക്കാൻ. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മുടെ ഇതിന് മുമ്പ് ഇരുന്ന് OnePlusന്റെ ഇതൊന്ന് ചെയ്താൽ തന്നെ സംഗതി ഓൺ ആവുമായിരുന്നു അല്ലേ. മോഡൽ പറയുകയാണെങ്കിൽ ഇത് OnePlusന്റെ ബുള്ളറ്റ് Z എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് നമ്മൾ മേടിച്ചത് 1/7/2021 അപ്പം മൈക്ക് കംപ്ലൈൻറ്റ്. പക്ഷേ ഓഡിയോ നമുക്ക് കേൾക്കാൻ ഇപ്പോഴും ക്ലിയർ ആണ്. ബാസൊക്കെ കറക്റ്റാണ്, ബാസ് ചാർജിങ്ങൊക്കെ ഉണ്ട്, ചാർജൊക്കെ നിൽക്കും, എന്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൈക്ക് അടിച്ചു പോയി. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെയാണ് ഇത് മാറ്റിയത്. ഇത് സത്യത്തിൽ നമ്മൾ മേടിച്ചത് ഏപ്രിൽ 2023 May 17. അത് വീട്ടിൽ തന്നെ ഒരാൾക്ക് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒടിഞ്ഞു പോയി. അതും ഇതേ യൂസ് തന്നെ, റഫ് യൂസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് നിന്നില്ല. മാത്രമല്ല അതിൻ്റെ ആഡിയോ ഇപ്പം പറയാൻ ഭയങ്കര ഹൈപ്പാണെങ്കിൽ എനിക്കതിൻ്റെ ആഡിയോ അത്ര പിടിച്ചതുമില്ല. അത്ര ബാസ് ഒന്നും അങ്ങനെ അടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലല്ല. പക്ഷേ ഇത് കണ്ടില്ല അവിടെ എല്ലാം പറ്റി. ഇത് എക്സ്റ്റൻഡ് വാറണ്ടി 2 വർഷം എടുത്തിട്ടില്ല, അണ്ടർ വാറണ്ടിയിലാണ് ഇപ്പോഴും. പക്ഷേ ഫിസിക്കൽ ഡാമേജ് ആയതുകൊണ്ട് വാറണ്ടി തരത്തിലായിരിക്കാം, ഞാൻ ക്ലെയിം ചെയ്യാൻ പോയില്ല. അപ്പം അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം സൗണ്ട് കോർ നമുക്ക് അത്രത്തോളം ലൈഫ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സൗണ്ട് കോറിൻ്റെ പ്രോഡക്റ്റ്. കണ്ടില്ല, പഴയ ഇത് വെച്ചോട്ട് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഇനി ബാക്കിയുള്ളവരൊക്കെ നോക്കണം. ഇപ്പോൾ അതുകൊണ്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 പ്രീസെറ്റ് EQ ഉണ്ട്, എപിക്സ് വാട്ടർ അസിസ്റ്റൻ്റ് ആണ്, 30 മണിക്കൂർ പ്ലേ ടൈം ഉണ്ട്. ബാക്കിയൊക്കെ എന്നോട് മറന്നിരിക്കുകയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സൗണ്ട് കോർ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ആപ്പ് വരും. ആ ആപ്പിനകത്താണ് ഇതിൻ്റെ ബാക്കി പരിപാടിയെല്ലാം ഉള്ളത്. ഇതിനകത്ത് പ്രീസെറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം റിയൽ ടൈം ട്രാൻസ്ലേഷനൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. സംഭവം ഞാനതൊന്നും നോക്കിയിട്ടില്ല. അതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ റിയൽ ടൈം ട്രാൻസ്ലേഷനും അത് കുറച്ച് നാളത്തേക്ക് ഫ്രീ ഉള്ളൂ, അത് പെയ്ഡാണ്. നമുക്ക് താൽക്കാലികമായിട്ട് തരുന്നത്. മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് കാണിക്കുന്നത്. ഇതാണ് സംഭവം. എല്ലാം നിയാടൊക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം ക്യൂട്ടാണ്. പോക്കലൊക്കെ ഇട്ടുകൊണ്ടടക്കം കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇങ്ങനത്തെ കഷ്ടില്ല. ഉണ്ടല്ല ഡിസൈൻ പറ്റാനൊക്കെ ഏതൊക്കെ പഴയ തന്നെ കണ്ടം കാണാമെന്ന് വിചാരിക്കുന്നു. മറ്റേതിനെ പക്ഷേ കുറച്ചുകൂടെ നീളം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രൈവർ സൈസ് വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഇച്ചിരി കൂടെ വലിയ ഡ്രൈവറാണ്. ഇതിൻ്റെ ഒരു ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ചെയ്ത് ഇച്ചിരി കൂടെ വിലയുള്ള മോഡലായിരുന്നു. ഇത് ഇച്ചിരി സൈസ് കുറഞ്ഞ മോഡലാണ്. ഇതിനും ടച്ചും സംഭവം എല്ലാം ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ചെവിയിൽ പക്കായിട്ടിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറമേ ഇച്ചിരി കാണും എന്നുള്ളതേ ഉള്ളൂ, എന്നാലും ചെവിക്കകത്ത് കറക്റ്റായിട്ടിരുന്നുള്ളൂ. അങ്ങനെ അങ്ങ് ഊരിപ്പോത്തുന്നില്ല, കറക്റ്റ് ചെവിയിലിരിക്കും. ഇതിൻ്റെ കൂടെ വേറെ ഇതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. ചെവിയിൽ കൃത്യമായിട്ടിരിക്കും, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. കേസൊക്കെ വളരെ വെയിറ്റ്ലെസ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ബേസ് മോഡലാണെങ്കിൽ കൂടി ഇതിനും സ്വന്തമായിട്ട് ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ലൈറ്റ് ഉണ്ട്. ചാർജ് ചെയ്യുമ്പോഴും കത്തിക്കിടക്കും, നമ്മളല്ലാതെ ചാർജിങ് ഇടുമ്പോഴും ഇതിന് കത്തിക്കിടക്കും. ഇതിൻ്റെ സ്പെക്ടോട്ട് കിടക്കാം. അപ്പം പറഞ്ഞു ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ആപ്പ് വെച്ചാണ്. അപ്പോൾ നമ്മളിത് 898 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇതിപ്പം ഒരു 2 മാസത്തോളം നമ്മുടെ ഇരിപ്പുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഇതിൻ്റെ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ട്. കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫാഷൻ എന്ന് പറയുന്നതാണ്. 3 കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്. 12 മാസമാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ബോക്സിൽ 18 മാസം എന്നൊരു പറയുന്നുണ്ട്. ഇന്നിയറാണ്. നോയ്സ് കൺട്രോൾ ഇല്ല കേട്ടോ. നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് പറയുന്നില്ല. നോയ്സ് ക്യാൻസലേഷൻ ഇല്ലെന്ന് തന്നെയാണുള്ളത്. പവർഫുൾ ബാസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അത്ര ഓവറായിട്ടുള്ള ബാസല്ല, ഒരു കുഴപ്പമില്ലാത്ത ബാസാണ്. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലിസണിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ അടുത്ത എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ എപ്പിക്കാം, നമുക്കത് കണ്ടുപിടിക്കുകയും ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. 10 മണിക്കൂറാണ് സിംഗിൾ ചാർജിങ്ങിൽ പറയുന്നത്. ഈ കേസ് ഉണ്ടെങ്കിൽ 30 മണിക്കൂർ വരെ നമുക്ക് കിട്ടും. പിന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 2 മണിക്കൂർ പ്ലേ ടൈം കിട്ടും. പിന്നെ
തന്നെ കൊണ്ടുവരുന്ന വളരെ പോർട്ടബിളാണ്, വളരെ ചെറുതാണ്, കൊണ്ടുനടക്കാൻ കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എവിടെയെങ്കിലും തൂക്കിയിട്ടുണ്ടൊക്കെ പോകാം. പിന്നെ ഇതിനകത്ത് പറഞ്ഞില്ല എ ഫീച്ചറൊക്കെ ഇതിനകത്ത് ആഡായിട്ടുണ്ട്. എൻഹാൻസ്ഡ് ക്ലിയർ കോളൊക്കെയാണ്, 2 മൈക്കുണ്ട്, പിന്നെ അൽഗോരിതം, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മുടെ വോയിസ് കൃത്യമായിട്ട് ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഷൗട്ട് ചെയ്യുന്ന ഉച്ചത്തിൽ പറയേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഹൈറ്റ് ഇതിൻ്റെ 5.8 സെൻറ്റിമീറ്റർ ആണ്. ഡൈനാമിക് ഡ്രൈവറാണ്. ഹാൻഡ് ഗ്ലാസിൻ്റെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, ഇത് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. കൺട്രോൾ ടൈപ്പ് ആപ്പ് കൺട്രോൾ ആണ്, പിന്നെ ഒരു ടച്ച് ആണുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആപ്പ് എടുത്താൽ അതിനകത്തൊരു ഗെയിമിംഗ് മോഡ് കൂടി ഉണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഡിജിറ്റൽ സിഗ്നൽ പ്രോസറൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതുവരെയുള്ള ഉപയോഗത്തിലും ഈ പറയുന്ന പോലെ തന്നെ ചാർജിങ് കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി ഉണ്ട്, ഓഡിയോയ്ക്കും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ. ഞാൻ ഇതിനകത്ത് ഓരോ ആപ്പിനകത്ത് ഓരോ ഫീച്ചേഴ്സ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്പ്. സംഭവം എന്താണ് ആ മോഡൽ കാണിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കുന്നുണ്ട്, അതിൻ്റെയാണ് കട്ടായി കിടക്കുന്നത്. കണ്ടതിനകത്ത് ഇപ്പോൾ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രീസെറ്റ് മോഡുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.